ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗ്രോ ബാഗിലും ചാക്കിലൊക്കെ നമ്മൾ ടെറസിന് മുകളിൽ കൃഷി ചെയ്യുന്ന എളുപ്പ രീതികളും അതേപോലെ കൃഷി ചെയ്യാൻ പറ്റിയ വിളകളും അതിൻ്റെ വളപ്രയോഗമൊക്കെയാണ് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മുളക്, ചീര, വെണ്ട, പയർ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൃഷി ചെയ്ത് വരുന്നത്. മുളകിൻ്റെ കുറച്ച് നല്ല വെറൈറ്റികളും ഇതിനൊക്കെ കൊടുക്കേണ്ട വളങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മളൊരു ഗ്രോ ബാഗ് റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഗ്രോ ബാഗിൽ വളങ്ങൾ നിറയ്ക്കുക എന്നുള്ളതൊക്കെ നോക്കാം. മുളകിൻ്റെ ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ ചാക്കുകളിലാണ് നമ്മുടെ ചെടികൾ നടാൻ വേണ്ടിയിട്ട് മണ്ണ് നിറയ്ക്കുന്നത്. അത് ഏത് ചെടികളായാലും നമ്മളെ പച്ചക്കറി ചെടികളൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ചാക്കുകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഗ്രോ ബാഗിനേക്കാൾ കുറച്ചധികം സമയം നമുക്ക് ഈ ഒരു ചാക്ക് ഈട് നിൽക്കുകയും ചെയ്യും. പിന്നത്തെ നമ്മളെ വളം എന്ന് പറയുന്നത് ഉണക്ക ചാണകപ്പൊടിയാണ്. കുറച്ച് കരിയിലകൾ കൊടുക്കുന്നുണ്ട്. കരിയിലകളാണ് നമ്മൾ മെയിനായിട്ട് ചാക്കിൻ്റെ അടിവശത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ അടിവശത്ത് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണങ്ങിയ കരിയിലകളാണ്. നല്ല രീതിയിൽ ഉണങ്ങി അഴുകിയിട്ടുള്ള കറുത്ത മണ്ണായാലും മതി. ഏകദേശം അരഭാഗത്തോളം നമ്മൾ ചാക്കിൻ്റെ കരിയിൽ നിറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട ശേഷം ഒരു ലെയറും കൂടി നമ്മൾ ഇതേപോലെ കരിയിൽ നിറയ്ക്കും. ഇങ്ങനെ നമ്മൾ ഗ്രോ ബാഗ് ഏകദേശം 3/4 ഭാഗത്തോളം ആകുന്നവരെ നിറച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത ഒരു ലെയറും കൂടി നമ്മൾ കരിയിലും കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മണ്ണ് നമ്മൾ ആദ്യമേ ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മണ്ണ് തന്നെയാണ്. പുതിയ മണ്ണൊന്നും നമ്മൾ എടുത്തിട്ടില്ല. സെയിം മണ്ണ് നമ്മുടെ ഗ്രോ ബാഗ്, അത് ഈ പഴയ ഗ്രോ ബാഗാണ്. അതൊന്നും നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് മാറ്റി ഇടുന്നു മാത്രം. ഇങ്ങനെ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടുന്ന ചെടികൾ ഏകദേശം 6-7 മാസമാകുമ്പോഴേക്കും നമുക്ക് വിളവൊക്കെ കഴിഞ്ഞ് നമ്മൾ ചീരയായാലും വെണ്ടയായാലും വിളവൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഗ്രോ ബാഗ് മാറ്റി ഫില്ല് ചെയ്യേണ്ടി വരും. ആ സമയത്തേക്ക് നമുക്ക് കരിയിലകളൊക്കെ ഉണങ്ങി നമ്മുടെ മണ്ണ് നല്ല രീതിയിൽ ജൈവമായിട്ട് മാറും. ആ മണ്ണ് തന്നെ നമുക്ക് വീണ്ടും ഒരു പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തൈകളൊക്കെ നട്ടു കൊടുക്കാം. ബാഗിലേക്ക് കുറച്ച് വിത്തുകൾ നമ്മൾ നട്ടു കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ചുരങ്ങ, അതേപോലെ മത്തന്, വെള്ളരി, വെണ്ട ഇതിൻ്റെയൊക്കെ വിത്തുകളുണ്ട്. ചെറിയ തൈകളായതിനു ശേഷം നമുക്ക് പുതിയ ചാക്കിലേക്കൊക്കെ ഇതേപോലെ മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പാകി കൊടുക്കുകയാണ്. മണ്ണിട്ടൊന്ന് മൂടി നമ്മൾ നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള കുറച്ച് പച്ചക്കറി വിളകൾ കാണിച്ചു തരാം. ഇത് നമ്മളെ ചീരയാണ്. ചീര അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട്. അതേപോലെ പച്ചച്ചീരയും ചുവന്ന ചീരയും ഉണ്ട്. മുളക് തൈകൾ സുന്ദരി ചീര എന്ന് പറയുന്നൊരു വെറൈറ്റിയാണിത്. ഇതിൽ വലിയ തൈകൾ നോക്കി നമ്മൾ പറിച്ച് പുതിയ ഗ്രോ ബാഗിലേക്ക് വെച്ചെടുക്കുകയും ചെയ്യാം. ഒരു ഗ്രോ ബാഗിൽ നമുക്ക് 4-5 തൈകൾ ഇതേപോലെ വെച്ചെടുക്കാവുന്നതാണ്. ഓരോ തൈകൾ നമ്മൾ നിശ്ചിത അകലം പാലിച്ച് ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മുടെ അടുത്ത് ചാക്കുകൾ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇതേപോലെ പച്ചക്കറി വിളകളൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് തൈ മുളപ്പിക്കുക, പിന്നെ മാറ്റി നടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് കിട്ടുകയും ചെയ്യും. ഇതേപോലെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമോ 2 ദിവസം നമുക്ക് തണലത്ത് വെച്ചതിന് ശേഷം നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. നല്ല വെയിൽ വേണം. നമ്മൾ പച്ചക്കറി കൃഷികളൊക്കെ നല്ല രീതിയിൽ വളരണമെങ്കിൽ നല്ല വെയിൽ അത്യാവശ്യമാണ്. ആ രീതിയിൽ വേണം നമ്മൾ ഗ്രോ ബാഗൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ വിളവെടുക്കാറായിട്ടുള്ള ചീര ചെടികളാണ്. നമ്മൾ പകുതി വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് വീണ്ടും അതിൽ ഇതേപോലെ വളർന്നു വരും. ഇത് പച്ചച്ചീരയാണ്. ഇതും കട്ട് ചെയ്യാനായിട്ടുള്ളതാണ്. വെണ്ട, അതേപോലെ മുളകിൻ്റെ ഒരു നീല വെറൈറ്റിയാണിത്. നല്ല വലുപ്പത്തിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. നിറയെ പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ട്. അതിൽ വേറൊരു വെറൈറ്റിയാണിത്, നീല, കുറച്ച് വലുപ്പം വയ്ക്കുന്ന ഒരു വെറൈറ്റി. ബാക്കിയുള്ളതൊക്കെ പൂവിട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ പന്തലിട്ട് കൊടുത്തിട്ടുള്ള പീച്ചങ്ങ, ഇളവൻ്റെ വള്ളിയുണ്ട്, മത്തൻ. ഈ ചെടികളൊക്കെ നമുക്ക് നമ്മുടെ ഈ ചാക്കിൽ ഗ്രോ ബാഗിലൊക്കെ വളർത്തിയെടുക്കാവുന്ന ചെടികളാണ്. താഴേക്ക് പടർന്നു വന്നിട്ടുള്ള പീച്ചങ്ങയുടെ വള്ളിയാണ്.
പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ വിളവെടുക്കാനായിട്ടുള്ള മുളക് നല്ല എരിവുള്ള ഉണ്ടമുളകാണ്. കുറ്റിച്ചെടിയായിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ പച്ചക്കറി ചെടികൾക്ക് കൊടുക്കാവുന്ന ഒരു വളപ്രയോഗമാണ് നമ്മളെ പച്ച ചാണക വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുള്ളത്. നമ്മൾ മാസത്തിൽ ഒരിക്കലോ 1, 2, 3 പ്രാവശ്യമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും അതേപോലെ നല്ല വിളവ് കിട്ടാനൊക്കെ അത് നല്ലത് തന്നെയാണ്. ഇത് നമ്മുടെ പച്ച ചാണക വെള്ളം കലക്കി വെച്ചതാണ്, നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇത് ഓരോ കപ്പ് വീതം നമ്മളെ ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.